Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. Friends, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് സെറ്റപ്പും അതേപോലെ ലിമിറ്റിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യം സൂമിനും സൂം ഔട്ടും മൗസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. മൗസിന്റെ സെന്ററിലെ സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന ബട്ടൺ, അതായത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺ മൗസിന്റെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് സൂമിനും സൂം ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു സർക്കിൾ സൂമിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് മൗസ് റൊട്ടേറ്റ് ചെയ്താൽ മതി. കണ്ടാം, സൂം ഇൻ സൂം ഔട്ട്. ഇത് നമുക്ക് പാൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു പേജ് എടുത്ത് വലിച്ചിടില്ലേ, അതേപോലെ ചെയ്യണമെങ്കിൽ ഈ ഒരു ഏരിയ ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ മൗസിന്റെ സെന്റർ സ്ക്രോൾ ചെയ്യുന്ന ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിനു ശേഷം ഡ്രാഗ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഒരു കൈൻ്റെ തന്നെ വരും. കൈൻ്റെ തന്നെ വരുമ്പോൾ ഡ്രാഗ് ചെയ്യുക. ഈ റൈറ്റിലേക്കാണ് നമുക്ക് മാറ്റണമെങ്കിൽ മൗസിന്റെ സെന്ററിൽ സ്ക്രോൾ ചെയ്യുന്ന ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുക, റൈറ്റിലേക്ക് മാറ്റുക. ഇനി അപ്പറിലേക്കാണെങ്കിൽ അപ്പറേക്ക്, താഴേക്കാണെങ്കിൽ താഴേക്ക്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. പാൻ ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. നമുക്ക് യൂണിറ്റ് സെറ്റ് ചെയ്യാൻ ഇവിടെ കണ്ട കമാൻഡ് ബോക്സ്, അവിടെ യു എൻ എൻ്റർ അടിക്കുക. അപ്പോൾ ഒരു യൂണിറ്റ് ബോക്സ് വരും. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചാലും വരും. കണ്ട, UN അടിക്കുമ്പോൾ അങ്ങനെ യൂണിറ്റ് ജസ്റ്റ് ഒറ്റ ടൂൾ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിച്ചാലും യൂണിറ്റ് സെറ്റ് ചെയ്യാതെ വരും. അത് നമുക്ക് ടൈപ്പ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ആർക്കിടെക്ചറൽ, ഡെസിമൽ, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചറൽ. അപ്പോൾ ആർക്കിടെക്ചറിന്റെ ആയിരിക്കും ഡെസിമൽ, എഞ്ചിനീയറിംഗ്, ഫ്രാക്ഷണലായിരിക്കും പ്രിസിഷൻ. കണ്ട, പിന്നെ സയന്റിഫിക് ആണെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും അതിന്റെ പ്രിസിഷൻ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുക ഡെസിമലാണ്. ഡെസിമലിൽ തന്നെ നമുക്ക് എത്രമാത്രം പ്രിസിഷൻ വേണം, അതായത് 3.457 അങ്ങനെയാണെങ്കിൽ പോയിന്റിന് ശേഷം 3 വാല്യൂയാണ് നമുക്ക് പ്രിസിഷൻ ഉള്ളത്. നമുക്കൊരു 5.67 2 വാല്യൂ പ്രിസിഷൻ മതിയെങ്കിൽ പോയിന്റിന് ശേഷം 2 വാല്യൂ മതി. അപ്പൊ പ്രിസിഷൻ എത്രയാണോ വേണ്ടത്, അപ്പൊ നമ്മളത് ജസ്റ്റ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. പോയിന്റിന് ശേഷം 3 വാല്യൂ ഉണ്ടെങ്കിൽ അത് റൗണ്ട് ചെയ്തിട്ട് പോയിന്റിന് ശേഷം 2 വാല്യൂ ആക്കി തരും. 3.678 അങ്ങനെയാണെങ്കിൽ 3.68 നോക്കും. 5 മേലെയാണെങ്കിൽ ആ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് കറക്റ്റ് വാല്യൂ ഇട്ട് തരും. പിന്നെ ആംഗിൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുക ഡെസിമൽ ഡിഗ്രി തന്നെയാണ്. അവിടെ നമുക്ക് റേഡിയൻസ്, ഗ്രേഡ്സ്, സർവേ യൂണിറ്റ്സ്, അങ്ങനെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് യൂണിറ്റ് ഏതാണ് സെറ്റ് ചെയ്യാനുള്ളത്, യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ളത് ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇഞ്ച്, ഫീറ്റ്, എല്ലാ യൂണിറ്റും ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുക മെട്രിക് സിസ്റ്റം ആണ്. ഇപ്പം മില്ലിമീറ്റർ, സെന്റിമീറ്റർ, മീറ്റർ. എന്നോട് സെന്റിമീറ്റർ ഓപ്ഷനാണ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഇന്റർനാഷണലും അമേരിക്കനും ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുക ഇന്റർനാഷണൽ തന്നെയാണ്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. പിന്നെ നമുക്ക് ലിമിറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന സൈസ് നമ്മൾ ലിമിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനാണ് ലിമിറ്റ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു A4 ഷീറ്റിന്റെ സൈസ് കൊടുക്കാം. എത്രയാണോ വേണ്ടത്, നമ്മളിപ്പോ പ്ലാനും എലിവേഷൻ സെക്ഷൻ ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഏരിയ ഇപ്പൊ നമുക്ക് അറിയുമെങ്കിൽ ആ ഒരു ലിമിറ്റ് വരച്ചു കൊടുക്കുക. നമുക്കിപ്പോ ഈ ഒരു ഏരിയ മാത്രമേ വരച്ചിട്ടുള്ളൂ. ലിമിറ്റ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പോയിന്റ് കൊടുക്കാൻ പറ്റും. ഈ എക്സും വൈയും കൂടി കോമൺ ആയിട്ട് കൂട്ടി കിട്ടുന്ന ഒരു പോയിന്റ് അല്ലേ, പെർപെൻഡിക്കുലർ ആയിട്ട്. ഈ പോയിന്റ് ആണ് നമ്മുടെ ഒറിജിൻ, അതായത് കോർഡിനേറ്റ് സിസ്റ്റം. കോർഡിനേറ്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ കണ്ട, ഇതിപ്പോ രണ്ടും പോസിറ്റീവ്, ഇതിൽ എക്സ് വാല്യൂ നെഗറ്റീവ്. അങ്ങനെ തന്നെ നമ്മുടെ ഓട്ടോ കാർഡിലും അങ്ങനെ തന്നെയാണ് കോർഡിനേറ്റ് സിസ്റ്റം. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് ആക്സിസ്. ഇതാണ് 0 പോയിന്റ്. അപ്പൊ നമുക്ക് ഇപ്പൊ ലിമിറ്റ് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് LIM എൻ്റർ അടിക്കുക. ലിമിറ്റ് കൊടുത്തതിന് ശേഷം ഓൾറെഡി ഫസ്റ്റ് പോയിന്റ്, അതായത് ഒരു റെക്ടാങ്കിൾ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് വെക്കുക. ലെഫ്റ്റ് കോർണർ പോയിന്റും റൈറ്റ് കോർണർ പോയിന്റും വരച്ചു കൊടുക്കുക. നമ്മൾ ലെഫ്റ്റ് കോർണർ പോയിന്റും റൈറ്റ് കോർണർ പോയിന്റും അങ്ങനെയാണ് ഇതിൽ കണ്ട. ഈ കമന്റ് ബോക്സ് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കമാൻഡ് ഇൻസ്ട്രക്ഷനും യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോ ഒരു കമാൻഡ് അടിച്ചു കൊടുക്കാനും പറ്റും. പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യും ആ കമാൻഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുക അതും കൂടി പറഞ്ഞു തരും നമ്മുടെ കമാൻഡ് ബോക്സ്. ഇവിടെ സ്പെസിഫൈ ലെഫ്റ്റ് കോർണർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി അവർ 0 അസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറൊരു പോയിന്റ് ആണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് വേറൊരു പോയിന്റ് കൊടുക്കുക. നമുക്ക് 0 തന്നെ വേണ്ടതെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് 0,0 അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താലും നേരെ 0 തന്നെ ആയിരിക്കും അസൈൻ ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അപ്പർ റൈറ്റ് കോർണർ എത്രയാണോ വേണ്ടത് അത് അടിച്ചു കൊടുക്കുക. ഞാനിവിടെ 1000,1000 എൻ്റർ അടിച്ചു. അപ്പൊ നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്തു. പക്ഷെ ലിമിറ്റ് സെറ്റ് ചെയ്തെങ്കിലും നമ്മുടെ ഗ്രിഡ് ലൈൻസ്, അതായത് ഗ്രിഡ് ലൈൻസ് ലിമിറ്റിന് ഔട്ട് സൈഡും കാണാനുണ്ട്. അപ്പൊ നമ്മൾ ലിമിറ്റ് ചെയ്ത പോർഷൻ മാത്രമായിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് കണ്ട, ഈ ഗ്രിഡ് ഡിസ്പ്ലേ ഡ്രോയിങ് ഓൺ ഗ്രിഡ്, അതിന്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ ഒരു ആരോ കാണാം. ആ ആരോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ സ്നാപ്പ് സെറ്റിംഗ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിൽ ഡിസ്പ്ലേ ഗ്രിഡ് ബിയോണ്ട് ലിമിറ്റ്സ് എന്ന ഓപ്ഷൻ, സ്നാപ്പ് ആൻഡ് ഗ്രിഡ് ഫസ്റ്റ് ഓപ്ഷനിലെ സബ് ഓപ്ഷൻ ആയ ഡിസ്പ്ലേ ആൻഡ്
ഡിസ്പ്ലേ ഗ്രിഡ് ബിയോണ്ട് ലിമിറ്റ്സ് ജസ്റ്റ് ടിക്ക് ഓഫ് ചെയ്ത് കൊടുത്താൽ നമ്മൾ കൊടുത്ത ലിമിറ്റിന് പുറമുള്ള ഗ്രിഡ് ഓഫ് ആകും. അതായത് ഓക്കെ കൊടുത്തു. ഇപ്പൊ കണ്ടോ, നമ്മൾ കൊടുത്തുള്ള ശരിക്കും സൈസ് ഇതാണ്. നമ്മൾ വരച്ച ഒബ്ജക്റ്റുകളൊക്കെ ഇതിന്റെ ഔട്ട് സൈഡ് ആണ് കേട്ടോ. ഇനി ഞാനിപ്പോ ഒരു സർക്കിൾ വരയ്ക്കുക. നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഗ്രിഡ് കൊടുത്തോടത്തും വരയ്ക്കാൻ പറ്റും. അതായത് ഗ്രിഡ് അല്ല, നമ്മൾ ലിമിറ്റ് കൊടുത്തോടത്തും വരയ്ക്കാൻ പറ്റും, ലിമിറ്റിന്റെ അകത്തും വരയ്ക്കാൻ പറ്റും, ലിമിറ്റിന് പുറത്തും വരയ്ക്കാൻ പറ്റും. നമുക്കിപ്പോ ലിമിറ്റ് കൊടുത്തതിന്റെ അകത്ത് മാത്രം വരയ്ക്കണമെങ്കിൽ വീണ്ടും ലിമിറ്റ് എന്ന ഓപ്ഷൻ അടിക്കുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിൽ ഓൺ എന്ന ഓപ്ഷന്റെ ജസ്റ്റ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ സർക്കിൾ ഓപ്ഷൻ എടുത്തു, അതിനുശേഷം വരയ്ക്കുകയാണ്. ഇൻസൈഡിൽ വരയ്ക്കാൻ പറ്റും, പക്ഷെ നമുക്ക് ഔട്ട് സൈഡിൽ വരയ്ക്കാൻ പറ്റില്ല. ഔട്ട് സൈഡിൽ വരയ്ക്കുമ്പോൾ കണ്ട ഔട്ട് സൈഡ് ലിമിറ്റ്സ് കൊണ്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മുടെ ലിമിറ്റ്സിന് ഔട്ട് സൈഡ് ആണെന്ന് ഈ പോയിന്റ്, അതുകൊണ്ട് നമുക്ക് ഔട്ട് സൈഡ് വരയ്ക്കാൻ പറ്റില്ല. ഔട്ട് സൈഡ് വരയ്ക്കണമെങ്കിൽ വീണ്ടും ജസ്റ്റ് ലിമിറ്റ് എന്ന ഓപ്ഷൻ അടിക്കുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിൽ ഓഫ് എന്ന ബട്ടൺ ജസ്റ്റ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സർക്കിൾ എന്ന ബട്ടൺ ജസ്റ്റ് സർക്കിളാണ് വരയ്ക്കണമെങ്കിൽ കണ്ട ഇൻസൈഡും വരയ്ക്കാൻ പറ്റും, നമുക്ക് ഔട്ട് സൈഡും വരയ്ക്കാൻ പറ്റും. ഇതാണ് ലിമിറ്റ് എന്ന ഓപ്ഷൻ. നമ്മളിപ്പോ ലിമിറ്റ് കൊടുത്തുള്ളത് ഫസ്റ്റ് പോയിന്റ് 0 പിന്നത്തെ പോയിന്റ് 1000 ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുത്തുള്ളത് ഇങ്ങനെയാണ് ലിമിറ്റ് കൊടുത്തുള്ളത്. ലിമിറ്റ് കൊടുത്തതിന്റെ ഫസ്റ്റ് പോയിന്റ് ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് പോയിന്റ് 0 അടുത്ത പോയിന്റ് അതായത് ലോവർ ലെഫ്റ്റ് കോർണർ 0 അപ്പർ റൈറ്റ് കോർണർ 1000 അതായത് ജസ്റ്റ് കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾ സങ്കല്പിക്കുക. അതേപോലെ ഞാൻ ഓട്ടോ കാർഡിലും ഫസ്റ്റ് പോയിന്റ് നമ്മൾ പിക്ക് ചെയ്തു, അടുത്ത പോയിന്റും പിക്ക് ചെയ്തു. ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും രണ്ട് കോർണർ പോയിന്റ് കിട്ടുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ലിമിറ്റ്. ഈ ഒരു റെക്ടാംഗിൾ ഏരിയ ആണ് നമ്മൾ കൊടുത്ത ലിമിറ്റ്. അങ്ങനെയാണ് നമ്മൾ പോയിന്റ് പിക്ക് ചെയ്യുന്നത്. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന ഏരിയ ഈ ഒരു ഏരിയ ആണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം പോലെ. താങ്ക് യു ഫോർ വാച്ചിങ്.